ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, പക്ഷേ വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണെന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ എപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഉപബോധ മനസ്സിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തമാശയാണോ അല്ലെങ്കിൽ സീരിയസ് ആണോ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ ഒന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബോധപൂർവം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നിരന്തരമായിട്ട് നമുക്ക് വേണ്ട കാര്യം ഇങ്ങനെ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യം, നേടേണ്ട കാര്യം അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട കാര്യം എന്താണോ അത് നിരന്തരം നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നിരന്തരം വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇത് പ്രിൻ്റ് ആവുകയും ഈ പ്രിൻ്റ് ആവുന്ന കാര്യം നമുക്ക് എന്താ പറയുക, അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമാണോ അല്ലയോ എന്ന് ബോധ മനസ്സിന് അറിയാത്തതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യമായി തീരത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുപ്പിച്ചു തരുമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇതിൻ്റെ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റിൽ ഫീഡ്ബാക്കായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആവശ്യമുള്ള, നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആദ്യം എടുത്തിട്ട് ആ ഒരു ആവശ്യം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് നിങ്ങൾ 11 തവണ എഴുതുക. നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ 11 ടൈംസ് 11 തവണ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഈ 11 തവണ എഴുതുന്ന കാര്യം നിങ്ങൾ 11 ദിവസവും എഴുതുക. ഇത് എഴുതുമ്പോൾ വെറുതെ ഇങ്ങനെ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ എഴുതി പോകാതെ നിങ്ങൾ ഓരോ തവണ എഴുതുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾക്കിപ്പോൾ അത് നേടിക്കഴിഞ്ഞ ഒരു വിശ്വാസത്തിൽ, ആ ഒരു ഫീലിങ്ങിൽ നിങ്ങളത് എഴുതിക്കൊണ്ടിരിക്കുക. കാരണം ഫീലിങ്സ് ആണ് നിങ്ങളിൽ വർക്ക് ചെയ്യുക, നിങ്ങളുടെ ഇമോഷൻസ് ആണ് യൂണിവേഴ്സ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള സത്യം നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് 100% റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ റെഡി ആണെങ്കിൽ താഴെ റെഡി എന്ന് കൂടി കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക.